ഉണ്ണി ബാലകൃഷ്ണൻ എന്ന ഏഷ്യാനെറ്റിലെ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു പ്രോഗ്രാമാണ് സർജിക്കൽ സ്ട്രൈക്ക്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം നരേന്ദ്രമോദിജി പ്രസ് കോൺഫറൻസുകൾ നടത്തുന്നില്ല എന്നാണ്. ഒരു പ്രധാനമന്ത്രി പ്രസംഗിച്ചാൽ മാത്രം പോരാ, മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ നേരിടണം, അതിന് കൃത്യമായി മറുപടി പറയുകയും വേണം. കാരണം എന്താ, ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അല്ലെങ്കിലും മാധ്യമങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നുമൊക്കെ ഒരു പ്രധാനമന്ത്രിക്ക് എന്താണ് ഇത്രയേറെ ഒളിച്ചു വെക്കാനുള്ളത്? എന്നാൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ചില അഭിമുഖങ്ങളല്ലാതെ നരേന്ദ്രമോദി ഇതുവരെ ഒരു വാർത്താ സമ്മേളനത്തിന് തയ്യാറായിട്ടില്ല. നമുക്കൊരു കണക്ക് പരിശോധിക്കാമെന്നേ. നോക്കൂ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ള പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ജവഹർലാൽ നെഹ്റു നടത്തിയിട്ടുണ്ട് അത്രേ, അതേപോലെ രാജീവ് ഗാന്ധി നടത്തിയിട്ടുണ്ട്, ഇപ്പൊ രാഹുൽ ഗാന്ധി നടത്തുന്നു എന്നൊക്കെയാണ്. നമുക്കറിയാം, ഇദ്ദേഹം പറയുന്നത്രയൊന്നും പ്രസ് കോൺഫറൻസ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നടത്തിയിട്ടില്ല. അദ്ദേഹം 75 പ്രസ് കോൺഫറൻസ് മാത്രമാണ് നടത്തിയിട്ടുള്ളത്. നരസിംഹറാവു ആണ് 8, മൊറാർജി ദേശായി 6, ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഈ പറച്ചിലും ബഹളവും വെപ്രാളവും അതൊക്കെ കേട്ടാൽ തോന്നും പ്രസ് കോൺഫറൻസ് ആണ് ഒരു പ്രധാനമന്ത്രിയുടെ കഴിവിൻ്റെ അംഗീകാരത്തിൻ്റെ ക്രൈറ്റീരിയ എന്ന്. അല്ലയോ മനുഷ്യ, മൻമോഹൻ സിംഗ് എങ്ങനെയാ പ്രധാനമന്ത്രിയായത്? ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ. വാ തുറന്ന് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുമായിരുന്നോ? അദ്ദേഹം എങ്ങനെ ഇന്ത്യയിൽ അധികാര രംഗത്ത് യാതൊന്നുമല്ലാത്ത സോണിയാഗാന്ധിയുടെ മുമ്പിൽ വാതുറക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ലല്ലോ. പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് എന്ത് കാര്യം? സോണിയാഗാന്ധി വരുമ്പം പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വന്തം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് കൊടുത്ത് ആ പദവിക്ക് അങ്ങേയറ്റവും കളങ്കം അപമാനവും ചാർത്തിയ മൻമോഹൻ സിംഗ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഹീറോ. അതുപോലെ രാജീവ് ഗാന്ധി അറിയാം എന്തുകൊണ്ട് പ്രധാനമന്ത്രിയായി? നെഹ്റുവിൻ്റെ കൊച്ചുമോനായതുകൊണ്ട് പ്രധാനമന്ത്രിയായി. ഇനി നമ്മുടെ ഭാവി പ്രധാനമന്ത്രിയാവാൻ നിൽക്കുന്ന ആള് എന്തുകൊണ്ട് അതിനുവേണ്ടി ക്ലെയിം ചെയ്യുന്നു, ആളുകൾ അംഗീകരിക്കുന്നു? അദ്ദേഹത്തിൻ്റെ ഈ ആരാധകര് നെഹ്റുവിൻ്റെ കുടുംബത്തിൻ്റെ ആള്, ഇതൊക്കെ അല്ലേ? നരേന്ദ്രമോദിയെ പോലെ പ്രവർത്തിച്ച് ജനങ്ങളുടെ മുൻപിൽ തൻ്റെ കഴിവുകൾ മുഴുവൻ രാഷ്ട്രത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രയോഗിച്ച, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന, നമുക്ക് കാണാനൊക്കുന്നതും കാണാനൊക്കാത്തതുമായ എന്തെല്ലാം പുരോഗമന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ നരേന്ദ്രമോദിയെ കുറ്റം പറയാൻ നടക്കുന്ന ഇവരുടെയൊക്കെ നിലവാരം വളരെ മോശമെന്നല്ലേ പറയാനുള്ളൂ. ഉണ്ണി ബാലകൃഷ്ണ, ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ? അതായത് empty bottles makes much noise എന്നാണ്. ഏത്? ഈ കാലിപ്പാത്രങ്ങൾ വലിയ ഒച്ചയുണ്ടാക്കും. നരേന്ദ്രമോദിജി ഒരു കാലിപ്പാത്രമല്ല, അതാദ്യം മനസ്സിലാക്കുക.